സലു കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മണ്ടത്തരം കൊണ്ട് നട്ടുപ്പാതിരയ്ക്ക് നടുറോഡിൽ വെച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്ന കുറച്ച് സംഭവങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ചിക്കൻ തന്തൂരി മസാലയുടെ റെസിപ്പിയും തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ ആ റെസിപ്പി ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അത് കുറച്ച് ലെന്തി വീഡിയോ ആയത് കാരണം ഞാനത് മറ്റൊരു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം ഞാൻ ഉണ്ടാക്കി വച്ചിട്ട് വേണം നിസാറിക്കായെയും സുൽത്താനെയും വിളിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ ഞങ്ങൾക്ക് പോവേണ്ടത്. ഇപ്പോൾ രാത്രി 9:30 മണിയാണ്. അപ്പോൾ നിസാറിക്ക ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചോളാൻ പറഞ്ഞു. ഞാനും റിച്ചും കൂടി അവരെ വിളിക്കാനായിട്ട് പോവാണ്. അവർ എത്താറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വാറിച്ചു രാത്രി ആയതുകൊണ്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് മാസ്ക് എടുത്ത് വെച്ചിട്ട്. കാരണം ഞാൻ കുളിച്ചിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ, മുടി പോലും കോതി കെട്ടിയിട്ടേ ഇല്ല. നമ്മളുടെ വീട്ടിൻ്റെ അവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. നിസാറൊക്കെ വിളിച്ചുടൻ റിച്ചുവിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. രസമല്ല, നമ്മൾ വണ്ടി ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിസാറൊക്കെ ഇപ്പോൾ വിളിച്ചിട്ട് ഞാൻ എത്തി അങ്ങോട്ട് ചെല്ലാൻ. പക്ഷേ സംഭവം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ലൈറ്റൊന്നും ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. എന്തായാലും സംഭവം സ്റ്റാർട്ടാവില്ല. അപ്പോൾ അവരെടുത്ത് പറഞ്ഞ് നടന്നു വരാൻ. ദേ അവരവിടെ നടന്നു വരുന്നുണ്ട്. തോ റോഡ് ക്രോസ് ചെയ്യുന്നല്ലേ. നോ ഗ്രെയിൻസ്. എന്തായാലും ഭയങ്കര ഒരു സംഭവമായിപ്പോയി കേട്ടോ. എന്താ അറിയാവോ, നിസാറിക്കായി വെയിറ്റ് ചെയ്തപ്പോഴേക്ക് ഞങ്ങള് വണ്ടി ഓഫ് ചെയ്തിട്ട് ഇവിടെ പാട്ടൊക്കെ ഇട്ടിരുന്നു. അവിടെ എത്തിയിട്ട് വണ്ടി എടുത്തിട്ട് വരാൻ പറയുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഇത് ഓട്ടോമാറ്റിക് വണ്ടി ആയത് കാരണം തള്ളാനും പറ്റത്തില്ല. ബാറ്ററി ഡൗൺ ആയതാണ് സംഭവം. ഞങ്ങൾ എത്ര നോക്കിയിട്ടും പറ്റില്ല. അപ്പം നിസാറിക്ക അടുത്തൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നോക്കുമ്പോൾ വണ്ടി ഇതുവരെ സ്റ്റാർട്ടാവില്ല. ഹെൽപ്പ് ലൈനിൽ വിളിക്കുമ്പോഴേക്ക് ഹൈദരാബാദിലോ അവിടെ ഉള്ള നമ്പർ അവരാണ് സംസാരിക്കുന്നത്. അത് നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ച് അല്ല, എമർജൻസി ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കായിരുന്നു ഇപ്പം നമുക്ക് അത്ര എമർജൻസി അല്ല, ഇപ്പം രാത്രിയാണ്, വേറെ പ്രത്യേകിച്ച് അത്ര എമർജൻസി ഒന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണിത്. എന്നാലും ഇപ്പം മണി എത്രയാണെന്നറിയാവോ? 11:15 മണിയായി രാത്രി. അപ്പം ഞാൻ വിചാരിക്കായിരുന്നു നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ എമർജൻസിയിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഇപ്പം തന്നെ എത്ര നേരമായെന്നറിയാവോ? അത് ഹൈദരാബാദിലല്ല, അവിടെ എങ്ങാണ്ടുള്ള ആളാണ് എടുത്തിരിക്കുന്നത്. അവരാണ് പിന്നെ ബാക്കിയുള്ള നമ്മളെ ഡീറ്റെയിൽസ്, ഇത് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കണം. ഇതുവരെ ഒരു ഫോൺ കോൾ നമുക്ക് തിരിച്ചു വരികയോ ആരും നമ്മൾ അന്വേഷിച്ചു വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, അപ്പോൾ ഇതുപോലെ നമ്മൾ വേറെ എവിടെയെങ്കിലും പെട്ട് കിടക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഇതിപ്പോൾ ബാറ്ററി ഡൗൺ ആയതാണ്. എന്നാൽ ഇൻസാറിക്ക വന്നിടൻ പോയി തലവേദനയാണ്, കുളിച്ചിട്ട് കിടക്കണം എന്ന് വിചാരിച്ചാണെന്ന്. ഞാൻ പറഞ്ഞു പടച്ചോൻ്റെ വിധി കണക്കല്ലേ നടക്കത്തുള്ളൂ, ഇതായിരുന്നു വിധി. ഇൻസാറിക്കൊക്കെ ഭയങ്കര ദേഷ്യം, കാരണം നമ്മൾ പാട്ട് വിട്ടിരുന്നിരിക്കും. ഇൻസാറിക്ക തെക്കും വടക്കും ഒക്കെ നടക്കുന്നുണ്ട്. കുറേ പേരിങ്ങനെ വന്ന് നോക്കിയിട്ട് പോണുണ്ട്. ഞാനിവിടെ ഇരുന്ന് സുൽത്താൻ്റെ അടുത്ത് പറഞ്ഞേ, നീ ഒരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനിലോട്ട്, ഇത് കാണുന്ന പോലീസ് സ്റ്റേഷനാണ് കേട്ടോ, തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് അവിടെ പോലീസുകാരുടെ അടുത്ത് ചോദിച്ചു നോക്ക്, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡ്രൈവർ സീറ്റിലേക്ക് ഒരു പോലീസുകാരൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. റെയിൽവേ പോലീസ് കൺട്രോൾ റൂം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോലീസ് എത്തിയിരിക്കുകയാണ്. അല്ലേ, എമർജൻസി കോൾ എന്ന് പറഞ്ഞ് വയ്ക്കുന്ന നമ്പറിൽ നമ്മൾ വീണ്ടും വിളിക്കുകയാണ് കേട്ടോ. വിളിക്കുമ്പോഴേക്ക് അതിൽ പറയുന്നത് അവരുടെ നമ്പർ ബിസിയാണെന്നുള്ളതാണ്. സാറൊക്കെ അതേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് എമർജൻസി നമ്പറാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ.
സംഭവം നമ്മൾ വഴിയിൽ കിടക്കുമ്പോൾ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കണ്ടതിലാണ് നമ്മൾ വിളിച്ചത്. നമ്മളുടെ ഇതിലുണ്ടാവുമല്ലോ ബുക്കിൽ. എന്ത് ടോൾ ഫ്രീ നമ്പറാണാവോ. എന്തായാലും പോലീസ് നമുക്ക് കാവലുണ്ട്. കണ്ടോ, കിട്ടണ്ട? ഇല്ല, കിട്ടുന്നില്ല. നല്ല ടോൾ ഫ്രീ നമ്പർ അല്ലേ. ഇതിപ്പോ നമ്മുടെ നാടും നമ്മുടെ സ്ഥലം ആയതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ എവിടെയെങ്കിലും പോയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിലോ? നിസാരിക്കയും സുൽത്താനും കൂടി ജ്യൂസ് കുടിക്കാൻ പോയിരിക്കുകയാണ്. അവർ സത്യം പറഞ്ഞാൽ ക്ഷീണിച്ച് തളർന്നു വന്നവരാണ്. എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സാധാരണ ഞാൻ ഭയങ്കര ടെൻഷനാവണാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ. ഇന്നും എനിക്ക് ഭയങ്കര റിലാക്സ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. വിജനമായ റോഡ്. ഇപ്പം മണി 11:45 കഴിഞ്ഞ് രാത്രി കേട്ടോ. ദേ അവിടെയാണ് നിസാരിക്കയും സുൽത്താനും ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മുടെ റിസ്വാൻ തേരാ പാര നടക്കുവാണ്. ആ കാണാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ദേ അവിടെ കാണുന്നത്. സ്പീഡോ കാറ് ഇങ്ങനെയുണ്ടോ രാത്രി? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ അല്ലേ. നമ്മളിങ്ങനെ നിന്നപ്പോഴേക്കേ ഇപ്പോൾ ഒരു മനുഷ്യൻ ബുള്ളറ്റിൽ വന്നിട്ട് പറഞ്ഞ് പുള്ളിക്കാരൻ എന്തെടുത്തിട്ട് വരാന്ന് പറഞ്ഞേ? അതെ, കേബിള്. പുള്ളിക്കാരൻ ഗൾഫിലുണ്ടായിരുന്ന ആളാണെന്ന് തോന്നണം. എന്തായാലും കണ്ട പാടെ പുള്ളിക്കാരൻ ചെന്ന് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞാൽ. അതിനു മുൻപ് തന്നെ ഒരു തൃശ്ശൂരുകാരൻ പാവം ട്രെയിനിന് 11:15 അദ്ദേഹത്തിന് പോവേണ്ട ആള് ഇവിടെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. 11 മണിക്ക്. അങ്ങനെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. നമ്മളെ സഹായിക്കാൻ ദേ കണ്ടോ പോലീസ് വണ്ടി. ഈ വണ്ടിക്ക് എന്ത് പേര് പറയണേ? വന്നിരിക്കുകയാണ്. എനിക്ക് ജ്യൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും ഇവരെല്ലാം കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളുടെ വണ്ടി സ്റ്റാർട്ടായി. നമ്മളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചവർ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എന്തായാലും വളരെ ഉപകാരമുണ്ട്. ഞങ്ങളൊരു വ്ളോഗറും കൂടിയാണ് കേട്ടോ. എന്തായാലും വളരെ ഹെൽപ്പ് ചെയ്ത്, കാരണം രാത്രി നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഇവരാണ്. സ്റ്റേഷനിൽ നിന്ന് വന്ന് സാറന്മാരാണ് ഞങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്തത്. ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറൊരു കക്ഷി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം എന്തറിയോ, നമ്മളിങ്ങനെ കിടന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം. അപ്പോൾ ഇവര് ഒത്തിരി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവർ വിളിച്ചു. പക്ഷെ നമ്മളുടെ ബുക്കിൽ ടോൾ ഫ്രീ നമ്പർ ഉണ്ടായിരുന്നു. അതിൽ വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല അല്ലേ. അങ്ങനെ ദേ ഇപ്പൊ നമ്മള് 12 മണി ആവാറായിരിക്കാണ്. നമ്മള് വീട്ടിലേക്ക് 12 മണി ആവാറായിരിക്കാണ്. നമ്മളിതാ വീട്ടിലേക്ക് പോവാണ്. ഇത്ര നേരം കൊണ്ട് നട്ടുപാതിരാക്കി നടു റോഡിൽ എന്ന് പറഞ്ഞ ഇതാണ്. ശരിക്കും നമുക്ക് പേടിയൊന്നും തോന്നത്തില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. പോലീസ് വരുന്നുണ്ട് അല്ലേ. എനിക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ എത്ര പോലീസാണെന്ന് അറിയാവോ വന്നത്. നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ അവർ അന്വേഷിച്ചു. അവര് തന്നെ കൺട്രോൾ റൂമിലൊക്കെ വിളിച്ചല്ലേ. എന്തായാലും നമ്മളുടെ ടോൾ ഫ്രീ നമ്പറാണ് ബഹുക്ഷേമം.
എത്ര പ്രാവശ്യം വിളിച്ചു നമ്മള്? 4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അത് യൂസ്ലെസ് ആണ്. അത് ഓരോ പ്രാവശ്യം വിളിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് അവർ പറയും 10 മിനിറ്റ് നിങ്ങൾ ഈ നമ്പറിൽ തിരിച്ചു വിളിക്കുന്നു. എവിടെ വിളിക്കും? 1800 എത്ര ഇരട്ടത്തെ കണ്ടും കൂടാ. കിട്ടിയിട്ട് കാര്യമില്ല, ആവശ്യമില്ലാത്ത നമ്പർ. ടോൾ ഫ്രീ നമ്പർ, സർവീസ് ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ആ നമ്പറാണ്. അതിലൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മളടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വണ്ടി വിറ്റ് കഴിയുമ്പോ അവരെ കാര്യം കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കി സർവീസും കാര്യങ്ങളും ഒക്കെ അവര് ആദ്യത്തെ ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ അവർ റിമൈൻഡ് ചെയ്യും. പിന്നെ ഒന്നുമില്ല. ഭയങ്കര അതൊരു തരം ഞാൻ പറയുന്ന ഇപ്പൊ നമ്മളിപ്പോ പെണ്ണുങ്ങളെ ഒറ്റയ്ക്കാണ് വണ്ടി എടുത്തിട്ട് പോണെന്ന് കരുതുക. ഇതുപോലെ എവിടെങ്കിലും പെട്ടുപോയി ഇപ്പൊ നാട്ടുപാതിരേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തെങ്കിലും ഇതുപോലെ ഇപ്പൊ നിസാർക്കായി വിളിക്കാനായിട്ട് ഞാൻ വന്നു, ഭരണ വഴിയിലാണ് എവിടെയെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യും? പാർക്ക് ചെയ്തിട്ട് ഓട്ടോ ഓടിച്ചു പോകണം. അതാണ് കറക്റ്റ് കേട്ടാ. ഇതിപ്പോ നമ്മുടെ തിരുവനന്തപുരം സിറ്റി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഉൾപ്രദേശത്ത് എവിടെയെങ്കിലും ആണ് ഇതുപോലെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മള് ജമ്പർ കേബിൾ ഇല്ലാത്തോണ്ട് അവര് പറഞ്ഞു വേറെ ആരെയും വിളിക്കാതെ ഈ രാത്രി ആയതുകൊണ്ട് അവര് പാർക്ക് ചെയ്തിട്ട് പൊക്കിയോളൂ, കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമുക്കൊരു സമാനം ഉണ്ടാവൂലെന്നേ. പാർക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ വീട്ടിൽ പോയി ഇട്ട് കിടന്നിട്ട് പിന്നെ രാവിലെ നാളെ ഇലക്ഷനും കൂടിയാണ്. അപ്പൊ നമുക്ക് ഒരു സമാനം ഉണ്ടാവില്ല. കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്രയൊക്കെ സുഖമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് യാത്രയുടെ അത്രയും സമയം ഇവിടെ വേസ്റ്റ് ആയി. വീട്ടിൽ വന്നിട്ട് കയറി കിടക്കാന്ന് വിചാരിച്ചു വന്നാണ്. പറഞ്ഞു ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലേ ഇവരെവിടെ പോയിരുന്നെന്ന്. നിസാറിക്കയും സുൽത്താനും കൂടി ഇന്ന് വെളുപ്പിന് തൃശ്ശൂർ പോയിരിക്കായിരുന്നു. അബുദാബിയിൽ നമ്മളിവിടെ വർക്ക് ചെയ്ത ഒരു അജിമോ എന്ന് പറയും, പുള്ളിയുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അവൻ അമ്മയെ കാണാൻ വേണ്ടി ഇന്നലെ രാത്രി 9:30 ഷാർജയിൽ നിന്ന് തിരിച്ചതാണ്. പക്ഷെ ഇവിടെ എത്തി. അപ്പം ഞാനും ഇവിടുന്ന് പോയി. പക്ഷെ അമ്മയെ അവന് കാണാൻ പറ്റിയില്ല, മരിച്ചു. ഞങ്ങൾ പോയി കണ്ടു. അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റും എടുത്തു, ഇങ്ങോട്ട് വരുന്ന ടിക്കറ്റ് രാത്രിയുള്ള ടിക്കറ്റാണ് എടുത്തത്, 10:30-ക്കുള്ളത്. പക്ഷേ സംഭവമൊക്കെ നേരത്തെ കഴിഞ്ഞത് കാരണം നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. വേറെ ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ടിക്കറ്റ് ഇല്ല. ടിക്കറ്റ് 2:30-ക്ക് ശേഷം ചാർട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു ഓപ്ഷൻ, നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ട്രെയിനിൽ കയറുക, പെനാൽറ്റി അവർ TTRനെ കണ്ടിട്ട് പെനാൽറ്റി അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 350 രൂപ വെച്ച് 2 പേർക്ക് 700 രൂപ പെനാൽറ്റി കൊടുത്ത് പിന്നെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ ഇനി നമ്മൾ എടുത്ത ടിക്കറ്റ് അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതിന്റെ കുറച്ച് പൈസ കിട്ടും. അല്ലാതെ നമ്മൾ ഇത്രയും സമയം ഇപ്പൊ ഈ കറക്റ്റ് ആയിരുന്നല്ലേ സലു? നമ്മളിപ്പം താമസിച്ച് വന്നാലും ഇപ്പൊ ഇവിടെ കിടന്ന് കാത്തു നിന്ന സമയം നോക്കുവാണെങ്കിൽ അതൊക്കെ 2 വന്നു ചെയ്യുന്നുണ്ട്. വിധിയെ തടുക്കാൻ ആർക്കും ആവില്ല. വരേണ്ടത് വന്ന് തന്നെ സംഭവിക്കണം അല്ലേ? അതെ അതെ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കൊരു ആത്മധൈര്യം വരണം. പിന്നെ തീർച്ചയായിട്ടും ദൈവവിശ്വാസം ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ ആരെങ്കിലും നമ്മളെ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ നമ്മളെ വന്ന് സഹായിക്കും. നമ്മളെ ജീവിതത്തിൽ ഇതുപോലെ പലർക്കും ഇതുപോലെ ഘട്ടങ്ങൾ ഉണ്ടാവും. ഈ സമയങ്ങളിൽ ആരെങ്കിലും ഏത് രൂപത്തിൽ വന്ന് സഹായിക്കും നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്ക് സഹായം കിട്ടും, അത് ഉറപ്പാണ്. ഇന്ന് അങ്ങനെ വന്നതാണ് ആ മനുഷ്യനല്ലേ? അതെ അതെ. നമുക്ക് ആ പോലീസുകാരുണ്ടായിരുന്നു, അവരൊക്കെ വന്ന് സഹായിക്കാൻ വന്നു. പക്ഷെ അവരിൽ ആദ്യം ഈ കേബിൾ ഇല്ലായിരുന്നു. പക്ഷേ രണ്ടാമത് ഒരു മനുഷ്യൻ വന്ന് വെറുതെ ചോദിച്ച് എന്തോന്ന് അറിഞ്ഞു, നമുക്ക് അറിയത്ത് പോലും ഇല്ല. വീട്ടിൽ പോയി ആ കേബിളും കൊണ്ട് വന്ന് അങ്ങനെ ഒരു രീതിയിൽ നമ്മളെ സഹായിച്ചു. Good evening. Here from Roadside Assistance Department of Nizarikka. നിസാനിന്ന്. Yes, ma'am. I see that the vehicle number. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്ക് നിസാനിന്ന് അവർ വിളിക്കുകയാണ്. അപ്പോൾ അവരുമായിട്ടാണ് നിസാറിക്ക് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ സോറിയൊക്കെ പറയുന്നുണ്ട്. സോറി പറഞ്ഞിട്ട് അവർ പറഞ്ഞ് അവരെല്ലാം അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു നട്ടുപ്പാതിര വ്ളോഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാൻ നിൽക്കുന്നില്ല, കാരണം നിസാറിക്ക് കുളിച്ച് വന്നിടം തന്നെ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വച്ച് നമ്മളുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗോ ഇട്ടൊക്കെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.